ആണെങ്കിൽ അതിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ? അതേപോലെ അൺനാച്ചുറൽ സെക്സ്, മാരിറ്റൽ റേപ്പ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് നേരെ ചെയ്തിട്ടുണ്ട്. അതായത് സുഹൃത്തുക്കളുടെ മുമ്പിൽ മോശമായ ചില കാര്യങ്ങൾ പ്രേരണ ഇയാൾ ചെയ്യിച്ചു. വൻ വിവാദങ്ങൾക്ക് നടുക്കാണ് ഇപ്പൊ ആക്ടർ ബാല നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു വിവാദങ്ങളിലേക്ക് തുടക്കം എവിടെ നിന്നാണ് നമ്മൾ നോക്കണമെങ്കിൽ ഈ ബാലയും അതേപോലെ തന്നെ അമൃതയായിട്ടുള്ള ആ ഒരു ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ ഇവരുടെ ഡിവോഴ്സിന്റെ റീസൺ ആയിട്ട് അമൃതയുടെ ആ ഒരു ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ആക്ടർ ബാലയുടെ തന്നെ ഭയങ്കര രീതിക്കുള്ള അതായത് ഇപ്പൊ ഗാർഹിക പീഡനങ്ങളും അങ്ങനത്തെ പല രീതിക്ക് പുള്ളിക്കാരന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാനാണ് ഈ പുള്ളിക്കാരെ ഡിവോഴ്സ് ചെയ്തത്. എന്നിട്ട് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കൊരു കുഞ്ഞുണ്ട്. അപ്പൊ ഈ ഒരു ഡിവോഴ്സ് ഒക്കെ ചെയ്ത് ഇത്ര നാൾ കഴിഞ്ഞപ്പോഴും ഈ ബാല വന്നിട്ട് ഈ ഒരു ഇന്റർവ്യൂവിനകത്തും അതിനകത്തൊക്കെ ഇരുന്നിട്ട് ഈ അമൃതയുടെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ ഈ അമൃതയുടെയും ബാലയുടെയും മോളായിട്ടുള്ള ബാപ്പു എന്ന് പറഞ്ഞ ആ കുട്ടി വന്നിട്ട് ഈ അടുത്ത ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൂടി ഇന്റർവ്യൂല്ല ഒരു ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആ ഒരു ലൈവിനകത്ത് പുള്ളിക്കാരി വന്നിട്ട് ഈ ബാലയ്ക്കെതിരെയാണ് ശക്തമായിട്ട് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പൊ ഈ ബാലയ്ക്കെതിരെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് വന്നിട്ട് പല രീതിക്കുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ഈ ബാലയുടെ ഒരു വീഡിയോ വന്ന് അതായത് ബാല സെൻറ്റി ആയിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പൊ ഇങ്ങനെ പല രീതിക്ക് ഈ ഒരു വിഷയം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ കൂടുതലും പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ബാലേനെയാണ്. കാര്യം ഈ ബാലയുടെ ഇങ്ങനെ ഒരു സെന്റി ഫ്ലാഷ് ബാക്ക് സെന്റി സ്റ്റോറീസ് ഒക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഒരു അച്ഛന്റെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ കൂടുതലും പേര് ശ്രമിച്ചിട്ടിരുന്നത് വെച്ചാൽ. പക്ഷേ ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞ് ഈ അമൃതയുടെ ബാലയുടെ ഒക്കെ ഡ്രൈവർ ആയിട്ടുള്ള പുള്ളിക്കാരൻ വന്നിട്ട് ഇതിനിടയ്ക്ക് ബാലയ്ക്കെതിരെ ഒരു സംഭവം പറഞ്ഞ് അപ്പോഴത്തേക്ക് എല്ലാവർക്കും കുറച്ചൊന്നും അങ്ങോട്ട് ബാലയുടെ ഇന്ന് വിട്ടുപോകാൻ തുടങ്ങി. എല്ലാവരെയും ആ ഒരു ബാലേനോടുള്ള സപ്പോർട്ടൊക്കെ കുറഞ്ഞു വന്നു. പിന്നെയാണ് മറ്റേ നമ്മുടെ ബാപ്പു എന്ന് പറഞ്ഞ ഈ കുട്ടി വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് സൈബർ അറ്റാക്ക് വന്നപ്പോഴത്തേക്ക് അമൃത ഉറപ്പായിട്ട് അതിനകത്ത് കയറി ഇടപെട്ട് അപ്പൊ അമൃത റിയാക്ട് ചെയ്തിട്ട് ആ ഒരു വിഷയത്തിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞ് ഈ അമൃതയുടെ PA ആയിട്ടുള്ള കുക്കു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി പല രീതിക്ക് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ ബാലയ്ക്കെതിരെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല. കാരണം അയാളെ പേടിയാണ്. കാരണം അവരെ അറിയാവുന്ന അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചിരിക്കുന്ന ആരും അയാളെ പറ്റി സംസാരിക്കത്തില്ല. കാരണം അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവൊന്നും അല്ല അയാൾ ഒരു ഒന്നാം തരം നടനാണ് മീഡിയയുടെ മുമ്പിൽ. അതെനിക്ക് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പൊ കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അമൃത ചേച്ചി ഈ പറയുന്ന ബാലയുടെ മുമ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോൾ ഞാൻ കേൾക്കാനിടയായി. കാരണം ഞാൻ അവരോട് ഞാൻ കേട്ടത്. പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരോട് ഞാൻ എപ്പോഴും ഉണ്ട്. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ. ഇയാളെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വടിവാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. വടിവാളെടുത്ത് വെട്ടാൻ വന്നത് ഇത്രയും രീതിക്കുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ബാലയുടെ ഭാഗത്ത്. അതായത് ബാലയുടെ തോക്കുണ്ട്. അപ്പൊ ഇവരെ പേടിച്ചിട്ട് അതായത് ബാലയെ പേടിച്ചിട്ടാണ് ഈ അമൃതയും അതേപോലെ ഇവരൊക്കെ നിൽക്കുന്നത്. അപ്പൊ അമൃതയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്. ഈ ബാല ഇമാതിരി സാധനമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് ഒരു ദിവസം ഈ വടിവാളൊക്കെ എടുത്തിട്ട് വന്നെന്നാ പറയണം. അപ്പൊ അത്രയും എന്താ പറയുക ഒരു അത്രയും ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ബാല എന്നുള്ള രീതിയാണ് ഈ പുള്ളിക്കാർ പറയുന്നത്. ബാക്കിയുണ്ടോ? എല്ലാവരും നമ്മുടെ ഇമോഷൻസ് വെച്ച് ഈ പുള്ളി ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അയാൾ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ സ്നേഹിച്ചിട്ടുള്ള ഒരു നല്ല ഭർത്താവോ അല്ല. അമൃത ചേച്ചി അനുഭവിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് നല്ല വ്യക്തമായിട്ട് അറിയാം. അമൃത ചേച്ചി മാത്രമല്ല, എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ പുള്ളിക്കാരി മറ്റേ ലീഗലി പുള്ളിയുടെ ഭാര്യയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരന്റെ ലീഗലി ഉള്ള ഭാര്യയല്ല. പുള്ളിക്കാരൻ എവിടുന്ന ഒരു കാര്യം എന്തോ കെട്ടിയതിനു ശേഷം 6 മാസം കഴിഞ്ഞിട്ട് പുള്ളി മറ്റേ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് വേറെ സത്യം. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു ന്യൂസ് കിട്ടിയിരിക്കുകയാണ്. അതായത് ബാലയുടെ ഇത്ര നാൾ ഭാര്യ എന്ന് പറഞ്ഞു കൂടെ നടന്നേച്ച് എലിസബത്ത് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ബാലയുടെ ഭാര്യ അല്ലാന്ന്. അപ്പൊ ഭാര്യ അല്ലാത്ത ഒരാളെയാണ് പുള്ളിക്കാരൻ. അത് പിന്നെ പുള്ളിക്കാരന് ഇഷ്ടമാണ് ഭാര്യ. അതായത് രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ ആണെങ്കിൽ പിന്നെ ഭാര്യ അല്ലാണ്ട് കൂടെ നിന്നും തോന്നുന്ന വിഷയമൊന്നുമില്ല. പക്ഷെ ഇത്ര നാളൊരു ഭാര്യ എന്നുള്ള രീതിക്കായിരുന്നു പുള്ളിക്കാരൻ കൂടെ നിന്നേച്ചത്. ഇപ്പൊ ഭാര്യ അല്ല എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ബാക്കിയുണ്ടോ? കല്യാണം കഴിച്ച് കാലെടുത്ത് വെച്ചപ്പോ തന്നെ പുള്ളി ആദ്യം ചെയ്തത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക, വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും കട്ട് ചെയ്യുക. അതിനുശേഷം പുള്ളി ചെയ്തത് പുള്ളിയുടെ മദ്യപാനവും പുള്ളിക്കാരന്റെ കുറെ കൂട്ടുകാരുണ്ട് എല്ലാവരെയും കള്ളുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് വിളമ്പി കൊടുത്ത് ഇവരുടെ എച്ചിൽ പാത്രം കഴുകലായിരുന്നു എന്റെ ചേച്ചിയുടെ മെയിൻ തൊഴിൽ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ? അതേപോലെ അൺനാച്ചുറൽ സെക്സ്, മാരിറ്റൽ റേപ്പ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഞാൻ അമൃത ചേച്ചിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളെ
മുൻപ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആള്. ഇവർക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ഇഷ്യൂ. ഓക്കെ, അപ്പൊ ഈ ഇവിടം തുടങ്ങി ഇനി അങ്ങോട്ട് ഇത്തിരി ഗുരുതരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് പറഞ്ഞതെല്ലാം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇപ്പൊ ബാല ഈ അൺനാച്ചുറൽ സെക്സും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഈ അമൃതേനോടാണെങ്കിലും ഇപ്പൊ എലിസബത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരിനോടാണെങ്കിലും ഈ പല രീതിക്കുള്ള കാര്യങ്ങൾ ഒരു സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ആ ഒരു കാര്യങ്ങളിലും പുള്ളി ഇതേപോലെ തന്നെ വൈകൃതങ്ങളും അതേപോലുള്ള ആളാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്നതൊക്കെ സത്യമാണ്. അതേപോലെ തന്നെ ഇതിനുള്ള തെളിവുകളൊക്കെ ഇവര് നിരത്തുകയാണെങ്കിൽ ബാലയ്ക്ക് നല്ല രീതിക്കുള്ള പണി കിട്ടാനും പണി കിട്ടണം. കാരണം ഇങ്ങനെയൊക്കെ ഒരാളോട് ചെയ്യുന്നത്, ഇത്രത്തോളം ഡൊമസ്റ്റിക് വയലൻസും കാര്യങ്ങളൊക്കെ ഒരാളോട് ചെയ്യുന്ന ഒരാളാണ് ബാല എങ്കിൽ പുള്ളിക്ക് അതിന്റെ തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ബാക്കിയുണ്ട്. ഇതിന് മുമ്പ് ആദ്യം ഇയാൾ കല്യാണം കഴിക്കുന്ന ചന്ദ്ര എന്ന് പറയുന്ന പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അമൃതയോട് ഇയാൾ സംസാരിച്ച് തുടങ്ങുന്ന തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചന്ദനയുടെ നെഗറ്റീവ് പറഞ്ഞിട്ട് ചന്ദന എങ്ങനെയാണ് പുള്ളിക്കാരി പൈസ വെച്ചിട്ടു അതാണ് ഇതാണെന്നൊക്കെ ചന്ദനെ പറ്റി പറഞ്ഞ് എനിക്ക് കാര്യമില്ല ഞാൻ സെന്റിമെന്റ്സ് തുടങ്ങിയിട്ട് പുള്ളി തുടങ്ങും. അതിനുശേഷം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് അവിടെ ബ്ലാക്ക് മാജിക് ഉണ്ട്, പ്രേതമുണ്ട്, ഭൂതമുണ്ട്. അതിനുശേഷം സൗണ്ട് എഫക്ട് ഒക്കെ വെച്ചിട്ട് ഒരു പക്ക സിനിമാറ്റിക്. എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് പറയത്തില്ല, എനിക്ക് ഒരു ഉറപ്പില്ല. പക്ഷെ ഇതാണ് സത്യം. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അതായത് ഒരാളുടെ വീട്ടിനകത്തേക്ക് പുറത്തുനിന്ന് ഒരാള്, അതായത് ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഭാര്യനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ആദ്യം തന്നെ നെഗറ്റിവിറ്റിയാണ് പുള്ളിക്കാരൻ കൊടുക്കുന്നത്. അവിടെ ബ്ലാക്ക് മാജിക് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പൊ പുള്ളിക്കാരന് മുന്നേ ഉള്ള ഭാര്യയുടെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ റിലേഷൻ തുടങ്ങുന്നത് തന്നെ പറയണം. അത്രത്തോളം നെഗറ്റിവിറ്റിയും അത്രത്തോളം ഒരു ടോക്സിക് മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ബാല എന്നൊക്കെയുള്ള രീതിക്കാണ് പറയുന്നത്. ഇപ്പൊ ഈ ബാലയുടെ ഇതിന് മുന്നേ ഉള്ള പല സംഭവങ്ങളാണെങ്കിലും ഇപ്പൊ ബാല വന്നിട്ട് ഈ ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് ഇതെല്ലാം ഒരു വിഷയത്തിനകത്ത് തുടങ്ങി വെച്ചതെല്ലാം ബാല തന്നെയായിട്ടാണ് തോന്നുന്നത്. ബാക്കി ബാല എന്ന് പറയുന്നയാള് ഇയാൾ പക്ക പേർവേർട്ടാണ്. അതായത് എല്ലാ പെണ്ണുങ്ങളും ഇയാൾക്ക് എത്ര പേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നിർത്തിയേക്കുന്നത് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ചന്ദന, അമൃത സുരേഷ്, എലിസബത്ത്, പിന്നെ കോകില, പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട്. പുള്ളിക്ക് ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയേക്കും. അതിനകത്ത് പുള്ളിക്ക് വള്ളിയാവും തോന്നുവാണ് പുള്ളി നൈസിന് കട്ട് ചെയ്യും. അല്ലാത്ത ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറയുന്ന എലിസബത്തിനായിരുന്നു. ആ പുള്ളിക്കേരി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള വേറെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വഴിത്തൊക്കെ വീട്ടിൽ കയറി വന്നു. അപ്പൊ നിനക്ക് ഇതൊക്കെ പറ്റുവാണെങ്കിൽ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് ആ പെൺകൊച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെ. അത് മാത്രമല്ല, ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ, അതായത് സുഹൃത്തുക്കളുടെ മുമ്പിൽ മോശമായ ചില കാര്യങ്ങൾ പ്രേരണ അയാൾ ചെയ്യിച്ചു. മനസ്സിലായോ? അതിന്റെ വിഷമത്തിൽ പുള്ളിക്കാരി ഏകദേശം ഒരു 1, 2, 3 പ്രാവശ്യം ആത്മഹത്യക്ക് ഒരു ഇത്തിരി ഉളുപ്പ് പോലും ഇല്ലാത്ത ഒരാളാണ് ബാല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ചിട്ട് ഈ ഭാര്യനെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യിപ്പിച്ചു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് എന്ത് വേണമെങ്കിലും പുള്ളിക്കാരി ക്ലിയർ ആയിട്ട് പറയുന്നില്ല എന്താണ് ചെയ്യിപ്പിച്ചതെന്ന്. പക്ഷേ നമുക്കൊരു പൊതുവായിട്ടുള്ള ധാരണ ഉണ്ടാവുമല്ലോ എന്തൊക്കെ ആയിരിക്കാം എന്ന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബാല എന്ന് പറയുന്ന ആള് ഒരു ഒരു വേറെ തന്നെ ഒരു ആ ഇപ്പൊ നമ്മളിപ്പോ ഈ ഇതിനകത്ത് വന്ന് ഇന്റർവ്യൂവിനകത്ത് വന്നിരുന്നൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ കാണുമ്പോ എന്താണ് ഒരു പാവമായിട്ടുള്ള, അതായത് നിഷ്കളങ്കനായിട്ടുള്ള ഒരാള് ഇപ്പൊ ട്രോളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ എന്തിനാണ് ഇങ്ങനെ ട്രോൾ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം ഒരു ഡാർക്ക് ആയിട്ടുള്ള സൈഡ് പുള്ളിക്ക് ഉണ്ട് എന്ന് ഇപ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇതിനകത്തൊക്കെ സത്യാവസ്ഥ ഉണ്ടെങ്കിലുള്ള കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. ബാക്കിയുണ്ടോ? സ്വന്തം വന്നിക്കൊന്ന് ആലോചിച്ചു, സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നാളെ നീ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇത് ലീക്ക് ചെയ്യുന്നു ഏതെങ്കിലും ഭർത്താക്കന്മാര് പറയൂ എന്നാ പറയുന്ന ഭർത്താവാണ് അയാൾ. എത്ര പേർക്കറിയാം? ഇതൊക്കെ എലിസബത്തും അമൃതേച്ചിയും തമ്മിലുള്ള സംസാരത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. എനിക്കറിയത്തില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ അത് പഠിക്കാൻ പറ്റും. സ്വന്തം ഭാര്യയുമായിട്ടുള്ള ഓരോ വീഡിയോകളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട്, അതും അവർ പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അത് ലീക്ക് ചെയ്യും, നീ പുറത്തു പോയി എല്ലാതും എനിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന അത്രയും അത് എനിക്ക് ഇയാൾ ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള വാക്ക് പോലും കിട്ടുള്ള കാര്യം. അത്രത്തോളം ഒരു എന്താ പറയാ, എനിക്ക് പറയാൻ കിട്ടുന്നില്ല. കാര്യം അത്രത്തോളം ഒരു സൈക്കോ ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഈ ബാല എന്നുള്ള രീതിക്കാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. ബാക്കിയുണ്ട് നോക്കാം. ചെകുത്താന്ന് പറയുന്ന യൂട്യൂബറിന്റെ വീട്ടിൽ പോയിട്ട് തോക്ക് കാണിച്ചു, എന്നിട്ട് തോക്കില്ല പോലും. ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ കയ്യിൽ തെളിവുണ്ട്. അയാള്, അതായത് തോക്കുള്ളതിന്റെ തെളിവല്ല ഞാൻ പറഞ്ഞു, അയാൾ പലരോടും പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യിലെ തോക്കിൽ ഓരുണ്ട് അമൃത ചേച്ചിക്കുള്ളത്. എന്റെ ചേച്ചിക്ക് വധഭീഷണിയുണ്ട്. ഇയാൾ ഇതിനു മുമ്പ് അവർ വെട്ടാനും ചെന്നിട്ടുണ്ട്. നാളെ അവരുടെ ജീവിതത്തിന് യാതൊരു ഓക്കെ. അപ്പൊ ഇത്രയാണ് ആ പുള്ളിക്കാരി പറഞ്ഞതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പൊ ഇതിനകത്ത് പുള്ളിക്കാരി പറയുന്നത് എന്ന് പറഞ്ഞ എല്ലാം ഗുരുതരമായിട്ടുള്ള കാര്യം. ഇപ്പൊ അവസാനം പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, അതായത് ഒരു ഉണ്ട അമൃതയ്ക്കായിരിക്കും എന്നുള്ള രീതിക്ക്, അതായത് വധഭീഷണി വരാൻ മുഴക്കിയിട്ടുണ്ട് ഈ ബാല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പൊ എത്രത്തോളം ഒരു ടോക്സിക് ആയിട്ടുള്ള, എത്രത്തോളം ഡാർക്ക് ആയിട്ടുള്ള, അത്രത്തോളം എന്താ പറയാ, അത്
അത്രയും ഇതായിട്ടുള്ള ഒരു മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളാണ് ബാല എന്നുള്ള രീതിക്കൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ, പിന്നെ ഞാൻ പറയുന്നു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ, കാര്യം നമുക്ക് ഒരിക്കലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് അതിനകത്ത് പുള്ളിക്കാരി പറയുന്നത് ജെന്യൂൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ ഒരു തോന്നല് മാത്രമാണ്. ഇനി പുള്ളിക്കാരി അതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടാൽ മാത്രമാണ് ഇത് സത്യമാണോ അല്ലെങ്കിൽ ഇതൊരു മേക്കപ്പ് സ്റ്റോറി ആണോ എന്നും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ പുള്ളിക്കാരി അതിന്റെ സത്യാവസ്ഥ എന്താണ് തെളിവുകളായിട്ട് തന്നെ പുറത്തു വരട്ടെ എന്നാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അങ്ങനെ ബാലയ്ക്കെതിരെ ശക്തമായിട്ടുള്ളൊരു നടപടി ഇതിനകത്ത് എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.